ഹായ് ഹലോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ. എൻ്റെ മാത്രമാണോ, എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലേ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് മനസ്സ് വെക്കും. അത് നമ്മുടെ വീട്ടിലല്ലല്ലോ, അല്ലെ നമ്മുടെ കാര്യമല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഒട്ടുമിക്കവരും അങ്ങനെ അങ്ങ് ചിന്തിക്കും. പക്ഷേ നമ്മുടെ കുടുംബത്താണ് ഇങ്ങനെ നടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഇത് വരുവാണെങ്കിൽ നമുക്കത് വീണ്ടും ഇങ്ങനെ എന്നാ പറയുന്നത് തിങ്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നേണ്ട ഒരു കുഞ്ഞു മോള് നമ്മുടെ ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. പനി പിടിച്ചതാണ് കാരണം പറയുന്നത്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ വന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. പനിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ദൈവമേ, നമ്മുടെ കടയിലെ കണ്ണൻ്റെ ചേട്ടൻ്റെ സജിയുടെ കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞാണ് കേട്ടോ. 2 3 പഠിക്കുന്ന കുഞ്ഞാണ്. കിളിക്കുഞ്ഞു പോണക്കിരിക്കുന്ന കുഞ്ഞിൻ്റെ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, മഴ തോർന്നിട്ടേ ഇല്ല. ഉച്ചയ്ക്ക് ഒരു ശകല സമയത്ത് തോന്നിട്ടു. ഇത് രാവിലെയൊക്കെ പെരുമഴയെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുന്നത്, പ്രകൃതിക്ക് വരെ സങ്കടമായിട്ടുള്ള രീതിയിലുള്ള ഒരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയുന്നത്, കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ദൈവം തന്നില്ലെന്നുള്ള ഒരു വിഷമം മതി. ഇത് തന്നിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കുവേ ആ അച്ഛനമ്മമാർക്ക് ദൈവമേ സഹിക്കാനായിട്ടുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കാര്യങ്ങൾ വേറെ തന്നെയാണ് കേട്ടോ. അവർ നമ്മുടെ OMLP സ്കൂളിൻ്റെ അപ്പുറത്ത് ഭാഗത്തെങ്ങാണ്ടാണ്. ഞാൻ പോയില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങ് അറിയാവുന്നൊരു ആൾക്കാരല്ല. എന്നാലും നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും, നമ്മുടെ നാട്ടിലല്ല, കുഞ്ഞുങ്ങളെ ജീവൻ പോകുന്നത് കാണുന്ന ഒരു ഭയങ്കര വേദനാജനകമായ കാര്യങ്ങളാണ് കേട്ടോ. പ്രായമായവരുടെ ഇപ്പോൾ ഒട്ടുമിക്കതും ഒരു 10 25 30 വയസ്സിനുള്ള താഴെയുള്ള പിള്ളേരാണ് കൂടുതലും മരിക്കുന്നത്. വണ്ടി ആക്സിഡൻ്റ് ആണെങ്കിലും ആത്മഹത്യ ആണെങ്കിലും അങ്ങനെയൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ മാതിരി നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു വേദന. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ. സിന്ധുമ്മ, നമുക്ക് വിഷമമുള്ള വീഡിയോസ് കാണാനല്ലല്ലോ, ഒന്നുകൂടെ സന്തോഷമുള്ളതൊക്കെ കാണാനല്ലേ ഇഷ്ടം. അതുകൊണ്ട് സിന്ധുമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ വീഡിയോകളൊന്നും ഇടാത്തത്. പക്ഷേ ഇപ്പം ഈ ഒരു 3-4-5 ദിവസങ്ങളായിട്ട് കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. സത്യം ഞാൻ പറയാം, ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു കുഞ്ഞിന് കയ്യിൽ 6 വിരലുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സൂസമ്മ ചേച്ചിൻ്റെ ഒരു കുഞ്ഞിന് 6 വിരലാണ് കേട്ടോ. അവരതൊന്നും ചെയ്യാൻ പോയില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ കുഞ്ഞിനെ എന്തോ ഇങ്ങനെ ബ്ലഡ് വരുമോ അങ്ങനെ 2 സംഭവം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ചെയ്തു, കൈയുടെ ആ ഒരു കുഞ്ഞു വിരൽ കട്ട് ചെയ്ത് മാറ്റേണ്ടതിന് നാക്കിന് സർജറി ചെയ്തു. ഓർത്തേ, നമ്മൾ ആരെ വിശ്വസിക്കും ഈ ലോകത്ത്? നമ്മുടെ ജീവൻ പിടിച്ചു നിർത്തുന്ന ദൈവങ്ങളെന്ന് കരുതിയാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോകുന്നത് അല്ലേ, ഡോക്ടേഴ്സിനെ കാണാനായിട്ട്, ഡോക്ടർമാരുടെ മുമ്പിലേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ എന്ത് ചെയ്യും? ആരെ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? അവൾക്ക് തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ അടുത്തുള്ള പരിസരത്തുള്ള ഏറ്റവും പേരുകേട്ട ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിന് വയറ്റുവേദനയായിരുന്നു. രാവിലെ സത്യം പറഞ്ഞാൽ കുഞ്ഞിന് വയറ്റുവേദനയില്ലായിരുന്നു. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരിക്കാനായിട്ട് ടെസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് പേപ്പറിനെക്കാട്ടിയൊക്കെ മെയിനായിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ബുക്കോ, ഇപ്പോൾ ഹിന്ദി പീരീഡെങ്കിൽ ഹിന്ദിക്ക് ബുക്കും പുസ്തകവും കാണത്തില്ലായിരുന്നായിരിക്കും. അപ്പം ഞാൻ അന്ന് മടിക്കും. എന്നാന്ന് ചോദിച്ചാൽ അവറാച്ച സാറായിരുന്നു എന്നെ പഠിപ്പിച്ചത്. നല്ല ചുട്ടയടിയാണ് തരുന്നത്. അതുകൊണ്ട് മടിക്കും പോകാനായിട്ട്. അപ്പം ഒന്നേ പറയാമേ വയറുവേദനയാണ്, അല്ലെ തലവേദനയാണ്, അല്ലെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാരണം പറയും എന്ന് പറഞ്ഞോണക്ക് ഈ കുഞ്ഞിനും അങ്ങനെ തന്നെയാണ് പറ്റിയത് കേട്ടോ. അവൾ രാവിലെ എണീറ്റപ്പോഴത്തേനും പറഞ്ഞു, എനിക്ക് വയറുവേദനയാണ്, ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ സ്കൂളിൽ വിടുമെന്ന് കണ്ടപ്പോഴത്തേനും ഇവളൊന്ന് കരയുകയും പിറക്കുകയൊക്കെ ചെയ്തു. ഉടനെ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എന്താ പറയുന്നത്, വലിയ കാര്യമായിട്ടൊന്നും നോക്കുമോ, പരിശോധിക്കുമോ, അല്ലെ എക്സ്റേ എടുക്കുമോ, സ്കാൻ ചെയ്യുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അല്ലാണ്ട് തന്നെ ചുമ്മാ വയറിലൊക്കെ ഒന്ന് തൊട്ട് പിറക്കിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചിന് പിന്നെ അപ്പൻഡീസാണ്, അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവിതം വരെ അപകടമാണ്. അതുകൊണ്ട് പെട്ടെന്ന് സർജറി ചെയ്യണം, അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പിന്നെ നെടുങ്കണ്ടത്തുള്ള ഒരു മനുഷ്യനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ കിടത്താനായിട്ടുള്ള ഇതിനല്ല, ചുമ്മാ അവൾ വയറുവേദന പറഞ്ഞു, ഗ്യാസിൻ്റെയോ വരയുടെയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൊണ്ടുവന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിൽ പോയിട്ട് വൈഫിനെയൊക്കെ കൂട്ടി വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. ഒരു ഹോസ്പിറ്റലിൽ കിടക്കണമെങ്കിൽ അഡ്മിറ്റ് ആണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ, ഫ്ലാസ്ക്, വെള്ളം കുടിക്കാൻ ഗ്ലാസ്, ഷീറ്റ്, അങ്ങനെ കൊച്ചിനിടാനുള്ള ഡ്രസ്സ്, കാര്യങ്ങളൊക്കെ വേണ്ടേ.
അപ്പോഴത്തേനും ഈ ഡോക്ടർ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവുക നീ മനുഷ്യനോട്. ഇത് പറ്റത്തില്ല, തന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഈ കൊച്ചിൻ്റെ ജീവൻ പോവും, തനിക്ക് എന്നെ ബോധമില്ലേ, താൻ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ മനുഷ്യനെ ഷൗട്ട് ചെയ്യുക, ഈ കുഞ്ഞിൻ്റെ അച്ഛനെ. അപ്പോഴത്തേനും ആ മനുഷ്യന് സ്വാഭാവികമായിട്ട് എന്തോ ഒരിത് തോന്നി കേട്ടോ. അപ്പം ഞങ്ങൾ മരുന്ന് തരത്തില്ല, അഡ്മിറ്റ് ആക്കാണ്ട് മരുന്ന് തരത്തില്ല. അപ്പം ഞാനൊരു ഇത് ചോദിക്കും, എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അപ്പൻഡീസ് പൊട്ടാറായെന്ന് ആ ഡോക്ടർ പറയുന്നു, അതിൻ്റെ ജീവൻ പോകുമെന്ന് പറയുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിൻ്റെ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് എന്നാ പറയുന്നത്, തൽക്കാലത്തേക്കുള്ള എന്തെങ്കിലും മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമല്ലേ ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം ഞങ്ങൾ മരുന്നൊന്നും തരത്തില്ല, ഇവിടെ അഡ്മിറ്റ് ആക്കിയാലേ തരത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ബോധമുള്ള ഒരു മനുഷ്യർക്ക് മനസ്സിലാക്കാം അല്ലേ. ഇപ്പോൾ ഏതായാലും ആ മനുഷ്യന് എന്തോ ഒരു ഡൗട്ട് തോന്നി. ആ മനുഷ്യൻ ഇവിടുന്ന് കുഞ്ഞിനെ ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ട് പോകണം, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ പോകുന്ന വഴിക്കെങ്ങാനും കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ ഈ ഹോസ്പിറ്റലുകാർക്ക് തൂങ്ങാൻ പറ്റിയത് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ എഴുതി കൊടുത്തു കേട്ടോ. ആദ്യം കുറേ പുള്ളിയും അടഞ്ഞു, കൊച്ചിൻ്റെ അച്ഛനും അടഞ്ഞു, അത് കഴിഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് മനുഷ്യർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കാരണം നമ്മൾ ഓടിപ്പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്, നമ്മൾ പെട്ടെന്ന് ഓടി ഓടി ചെല്ലുന്ന ഒരു ആശുപത്രിയാണ് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു പേടി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ കൊച്ചിനെ കൊണ്ട് ആളെന്നെ ചെയ്തു, വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഏതായാലും നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാടി എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പോൾ കൊച്ചിനെ സ്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ കൊച്ചിന് ഒരു പ്രശ്നവും. അപ്പോഴത്തേക്കും അവർക്കൊരു സംശയം, എന്തെങ്കിലും ഒരു ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ആശുപത്രി ഇല്ലെന്ന് പറഞ്ഞു. എന്തായാലും വേറൊരു ഹോസ്പിറ്റലിലോട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ വേറൊരു ഹോസ്പിറ്റലിലൂടെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആദ്യം പുഷ്പഗിരിയിലല്ല കൊണ്ടുപോയത്, രണ്ടാമത് കൊണ്ടുപോയത് പുഷ്പഗിരിയിലല്ല, നെടുങ്കണ്ടത്ത് തന്നെ കാണിച്ചു. നെടുങ്കണ്ടത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ എന്നെ ചെയ്തു, അവർ നേരെ പുഷ്പഗിരി കൊണ്ടുവന്നു. കുഞ്ഞിനെ പരിശോധിച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കൊച്ചിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ ഡോക്ടേഴ്സ് ആരാണ്ട് ഈ കുഞ്ഞിനോട് കൗൺസിലിംഗ് പോലൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേനും പറഞ്ഞു ടേസ്റ്റ് പേപ്പറോ എന്തോ സ്കൂളിലെ എന്തോ സംബന്ധിച്ചുള്ള കാര്യമുണ്ട്. അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അച്ഛനോടും അമ്മയോടും പറഞ്ഞാണ് വയറുവേദനയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ ഈ സർജറി വേണം, അഡ്മിറ്റ് ആക്കണം, അപ്പൻഡിക്സ് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ എന്ത് വിദ്യാഭ്യാസം, എന്ത് നമുക്കൊക്കെ വിശ്വസിച്ച് പോകാൻ പറ്റുന്നത്. ഇവരൊക്കെ എത്ര ലക്ഷങ്ങൾ മുടക്കി അവരുടെ കാരണന്മാർ പഠിപ്പിച്ച് അവർക്ക് നല്ല ശമ്പളത്തോടു കൂടി തന്നെയല്ലേ ഇവർ ഈ ജോലിക്ക് ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ദ്രോഹിക്കുന്നത് നമ്മൾ ആരെ വിശ്വസിക്കും? നമ്മളെങ്ങനെ മനസ്സുറപ്പിച്ച ഒരു വയ്യാഴി വന്നാൽ ഓടി ചെല്ലും അല്ലേ? എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞത് സാധാ ഒരു ക്ലിനിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും ധൈര്യമായിട്ട് പോകാമായിരുന്നു, പേടിക്കാതെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പരിധി വരെ നല്ല ഡോക്ടേഴ്സ്, ഇഷ്ടം പോലെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അയ്യോ പുറത്തന്നെ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഉള്ള ഡോക്ടേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഡോക്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾക്ക് ഓരോ ആവശ്യങ്ങൾക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. കാരണം പണം അതാണ് മുഖ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വരെ ദൈവമേ ഇങ്ങനെയൊക്കെ ചെയ്താൽ തമ്പുരാൻ്റെ മുമ്പിൽ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു പരിധി വരെ നമ്മളെപ്പോഴും ഒരു ഡോക്ടർമാരെ ഒരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഹോസ്പിറ്റലിലൂടെ നമ്മൾ നോക്കുക. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി പറഞ്ഞു സിന്ധു ഞാൻ ചുമ്മാ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് എന്നാന്ന് അറിയത്തില്ല, ഭയങ്കര ശരീരത്തിന് ഭയങ്കര പുകച്ചില, ഭയങ്കര പുകച്ചില ചേച്ചിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ എന്നെക്കാട്ടി ഒരു 3-4 വയസ്സ് കൂടുതലേ കാണത്തുള്ളൂ ചേച്ചിക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞു മോനെ നിനക്ക് പീരീഡ്സൊക്കെ നിൽക്കാറായോ, നിന്നോ, അതുകൊണ്ട് അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ശരീരത്തിനൊരു ഭയങ്കര പുകച്ചിൽ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 47 വയസ്സിലേ ആയിട്ടുള്ളൂ ചേച്ചി, എൻ്റെ അമ്മയ്ക്കൊക്കെ 50-55 വയസ്സ് വരെ ഉണ്ടായിരുന്നു, പീരീഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു പാരമ്പര്യമല്ലേ കിട്ടത്തുള്ളൂ. അന്നേരം പറഞ്ഞ് പറയാൻ പറ്റത്തില്ല മോനെ, ചിലർക്ക് നേരത്തെ കഴിയും, ചിലർക്ക് താമസിക്കും. പക്ഷേ എനിക്ക് ഇത് നിൽക്കുന്നുണ്ട് ആയിട്ടുള്ള സമയത്ത് ഭയങ്കര പോച്ചിലും ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര വിഷമമായിരുന്നു, ശരീരത്തിന് ചൂട്. അപ്പം നമ്മുടെ വേറെ ഇപ്പം ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലല്ല, അല്ലാണ്ട് അതിൻ്റെ പരിസരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് കയറി അവർ പിന്നെ ഇത് ചെയ്തു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ യൂട്രസിനകത്ത് 3-4 മുഴയാണ്, അത് സർജറി ചെയ്യണം, കഴിവതും വേഗം ചെയ്യണം, പറ്റുവാണെങ്കിൽ നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആക്കിക്കോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പോച്ചിരുന്നത്. അപ്പോൾ ചേച്ചി എണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നാളെ പോയി അഡ്മിറ്റ് ആകാനായിട്ട് കണക്കാക്കി അവരിങ്ങനെ പോന്നു.
പോകുന്ന നാളെ അവർ ഡോക്ടർ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് പോയി അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞിട്ടേക്ക് പോന്നു. അത് കഴിയുന്ന ഒത്തിരി ദിവസമൊന്നും ഇല്ല, 1-2 ദിവസത്തിനകം കണ്ട് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു ചേച്ചി ഒരു അത്യാവശ്യം മനുഷ്യരോടൊക്കെ ഒന്ന് ഇടപെടുന്നതും ഒരു സ്ഥാപനമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ വേറെ 2-3 പേര് ആ സ്ഥാപനത്തിൽ ചെന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു എനിക്കിങ്ങനെ സർജറി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പം ഈ ചെന്നൂർ ചോദിച്ചു എവിടെയാണ് കാണിച്ചത്? ഇന്ന ഹോസ്പിറ്റലിൽ. ഒരു ഹോസ്പിറ്റലിലേ പറഞ്ഞോളൂ, ഒരു കാര്യം ചെയ്യ്, നീ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലൂടെ പോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രി പറഞ്ഞു വിട്ടു കേട്ടോ. ആദ്യം പോയത് പ്രൈവറ്റ് ആശുപത്രിയിലാണ്. നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രി ഒന്ന് പോയി നോക്കുക, എന്നിട്ട് ഗൈനക്കിനെ ഒന്ന് കാണിക്കുക. എന്തായാലും നമുക്ക് എന്നിട്ട് അറിയാം. ഏതായാലും ഒരാൾ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, 2-3 ഹോസ്പിറ്റലിൽ കാണിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവരൊന്നും നോക്കിയില്ല, നെടുങ്കണ്ടത്ത് ചെന്നു. നെടുങ്കണ്ടത്ത് ഗൈനക്കിൻ്റെ അടുത്ത് ചെന്നു. പിന്നെ ഡോക്ടറെ സ്കാൻ എഴുതി കൊടുത്തു. ആദ്യം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ട് ഡോക്ടർക്ക് മുഴക്കൊന്നും തോന്നുന്നില്ല. ലാസ്റ്റ് സ്കാൻ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ആരാ പറഞ്ഞു ഇതിനകത്ത് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പീരീഡ്സ് നിൽക്കാനായിട്ടുള്ള ഒരു ഇതാണ്, അതിൻ്റെ സമയം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചൂടുമൊക്കെ എടുക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ത്രീകൾക്കും, ഒരുമാതിരി മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ചേച്ചിക്ക് സർജറി ചെയ്തതിൽ ഒരു കുഴപ്പമില്ല, ചേച്ചി ഇപ്പോൾ നല്ല വയറ് കൊടുക്കിരിപ്പുണ്ടോ, ദൈവം ഒരു കുഴപ്പം ഇല്ലാണ്ടിരിക്കട്ടെ ഞാൻ പറയായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടേഴ്സിനെ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വിശ്വസിച്ച് നമുക്ക് പോകാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിനൊരു കുറച്ച് ദിവസം മുമ്പ്, ഈ കൊച്ചിനെ കൊണ്ടുവരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ അടിച്ചു പൂസായി സർജറിക്ക് തിയേറ്ററിൽ ചെന്നു. എന്നിട്ട് ഈ പുള്ളിയുടെ കയ്യും കാലും പറിക്കുന്നതാണ്. അപ്പോഴത്തേന് കുടിച്ചിട്ടുണ്ടോ എന്നങ്ങാണ്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ചോദിച്ചു. അപ്പോഴത്തേനും ഈ പുള്ളി ഇറങ്ങി നടയൊക്കെ ഓടുന്നതൊക്കെ ആരാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് അതെല്ലാം കണ്ടതാണ്. ഒരു പരിധി വരെ എന്താണ് ഈ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുവാണ് ഈ ലോകത്ത്. സത്യം പറയാം, പേടി തോന്നുക, പേടി മനസ്സിന്. കാരണം നമുക്കൊരു വയ്യായി വന്നപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റത്തില്ല. ദൈവം ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ദൈവം കണ്ണ് തുറപ്പിക്കട്ടെ, മനസ്സിലാകട്ടെ എന്ന് ഞാൻ ഓർക്കുവാണ്. കാരണം അവരുടെ വീട്ടിലും ഉണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞുങ്ങളാണെങ്കിലും ഭാര്യമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒക്കെ. അപ്പം നമ്മൾ വേറൊരാളെ ദ്രോഹിക്കാൻ നോക്കരുതെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അത് എനിക്ക് പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതുപോലെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഒത്തിരി നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സത്യം ഞാൻ പറയാം, ഈ ഉപ്പാറ സ്റ്റേഷനിലൊക്കെ എനിക്കിപ്പോൾ 1-2 പ്രാവശ്യം പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ ചെല്ലുമ്പോൾ എത്ര നല്ല എളിമതയോടെ നമ്മളെ അത്രയും നല്ലൊരു കൂടപ്പുറപ്പിനെ അല്ലെ ഒരു സഹോദരിയെ പോണക്ക് പറഞ്ഞ് നമുക്ക് ഓരോ കാര്യങ്ങൾ തരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിരിക്കുന്നത്. നിസ്സാര ഒരു പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് പോയപ്പോഴൊക്കെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് പോയപ്പോഴാണെങ്കിലും അത്രയും നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടേക്കുന്നത്. പ്രത്യേകിച്ച് കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഓരോ കാര്യങ്ങളും പിടിക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് ഓരോ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഓരോ കുറകളും ഒക്കെ ചെയ്യുന്നത് പിടിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി ബഹുമാനവും അഭിമാനവും ഒക്കെ ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്ന ചില ന്യൂസിനകത്തെ പോലീസുകാരുടെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഒത്തിരി കാര്യങ്ങൾ സഹിച്ചാണ് ഈ ഒരു പൊസിഷനിൽ വന്ന് എത്തുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ഭാവത്തിൽ മറ്റുള്ളവർക്ക് ദുഷ്ടരായവർക്ക് കൂട്ടു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് 7 ദിവസമായ ഒരു മോളുടെ ഒരു രൂപവും ഭാവവും അത് അവരടുക്കള കാണാനായിരുന്നു അച്ഛനും അമ്മയൊക്കെ ചെന്നപ്പോഴത്തേക്കും കണ്ടില്ലേ. 7 ദിവസമായതുള്ളൂ. കൊടിയ പീഡനമാണ് അല്ലേ. വായും കൊണ്ട് നമുക്ക് പറയാം നമ്മളെ പീഡിപ്പിച്ചിട്ടുണ്ടോ, നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടോ, നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് നമ്മുടെ വായും കൊണ്ട് പറയാം. പക്ഷേ ഇങ്ങനെ ഉള്ള കാരണങ്ങൾ ശരിക്കും യഥാർത്ഥത്തിലുള്ളത് കാണുമ്പം നമ്മുടെയൊക്കെ ചങ്കിടിച്ചു പോവുക. രക്ഷിക്കേണ്ട കൈകളാണ് ഭർത്താവിൻ്റെ കൈ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൈ. ആ മനുഷ്യൻ തന്നെ ഇടിച്ച് ചുരുട്ടി ഇടിച്ച് ഇവിടെയൊക്കെ കണ്ടായിരുന്നോ, കൊച്ചിൻ്റെ കണ്ണൊക്കെ കണ്ടായിരുന്നോ, നീര് വെച്ച് വീർത്തിട്ട് ആ കുഞ്ഞന്ന് സ്വന്തം പെറ്റ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ മനസ്സിലാകാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനിലാക്കി വെച്ചു. അതൊക്കെ കണ്ടപ്പോഴത്തേനും എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നേ പഴയ ഒരു രൂപമുണ്ട് എൻ്റെ മനസ്സിലും. അന്നത്തെ ദ്രോഹത്തിൻ്റെയൊക്കെ പാടുകളൊക്കെ എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞു പ്രായമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് വേദനയെക്കാട്ടി
മറ്റേ എന്താ പറയുന്നത്, ഇതിനെക്കാട്ടിയൊക്കെ ഇത് കേസ് കൊടുക്കാൻ അല്ലെ പുറത്തുള്ള മനുഷ്യരോട് പറയാനൊക്കെ നാണക്കേടായിരുന്നു. നമ്മുടെ വീട്ടിലെ ബഹളമൊക്കെ പിറ്റേ ദിവസം ആൾക്കാർ നമ്മളെ നോക്കുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു നാണവും ബുദ്ധിമുട്ടും അങ്ങനെ ഒരു സങ്കടവും ഒക്കെ ആയിരുന്നു എൻ്റെയൊക്കെ അവസ്ഥ. ഈ കൊച്ചു അത് തന്നെയാണ്. ഈ 7 ദിവസം സഹിച്ചിട്ട് അത് അതിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറയുമോ വിറക്കോ ഒന്നും ചെയ്തില്ല. വീട്ടുകാരോടാണേലും ബാത്റൂമിൽ വീണതാണ്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും ഓരോ പാടുകളും ഒക്കെ കാണുമ്പോൾ എൻ്റെ കൂടപ്പുറങ്ങളും എൻ്റെ അമ്മമാരും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ വീണതാണ് ഇങ്ങനെ വീണതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതെൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നു. കാരണം ലോകത്ത് ഒരു പെൺകുഞ്ഞുങ്ങളെ ഇങ്ങനെ എന്താ പറയുന്നത് അനുഭവിച്ചവർക്കാണ് ഇത് ശരിക്കും മനസ്സിലാവും. സത്യമായിട്ട് ഞാൻ പറയാം, ശരിക്കും പീഡനം എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് ശരിക്കും മനസ്സിലാവും അതൊക്കെ കാണുമ്പോൾ. എന്നിട്ട് അത്രയും ദുഷ്ടനായ ഒരുത്തൻ ഈ നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പോയി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം അത് തന്നെയല്ല, ആ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് അവർ കേസ് കൊടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ഇതൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. അവരതും ചെയ്തിട്ടും ആ പോലീസ് സ്റ്റേഷനിലെ സാറ് എന്താ ചെയ്തത്, ആ ദുഷ്ടനായി അവന് സീറ്റും കൊടുത്തിരുത്തി എല്ലാ റെക്കമെൻഡും ചെയ്തു കൊടുത്തു. ഈ കുഞ്ഞിനെ അവർ ഒരു സീറ്റ് പോലും കൊടുക്കുവോ ഒന്ന് കേൾക്കാൻ ഇതാവുമോ ഒന്നും ചെയ്തില്ല. അപ്പം ആ പോലീസുകാർ ആ ഒരു സാറിനോടൊക്കെ വെറും പുച്ഛവും അവജ്ഞയും മാത്രമല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം നമ്മളെ രക്ഷിക്കേണ്ട കരങ്ങളാണ് ഡോക്ടർമാർ, അതുപോലെ തന്നെ പോലീസുകാർ എന്നൊക്കെ പറയുന്നവർ പൊതുജനത്തിനെ സമൂഹത്തിനെ രക്ഷിക്കേണ്ട ആൾക്കാരാണ് അല്ലേ. ഒരു മഹാ അത്ഭുതം തോന്നി കേട്ടോ. നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർക്കും കൂടെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൂടെ മാനക്കേടും നാണക്കേടുമായിട്ട് ഉള്ള കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ അപൂർവം ചിലർ. അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്നും തോന്നി കേട്ടോ. കാരണം എന്താ പറയുക, എൻ്റെ ദൈവമേ, ഏതായാലും 7 ദിവസം അയാളാഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അവർക്ക് ജീവനോടെ കിട്ടി. സത്യം. ഇപ്പം ദുഷ്ടനായ ആ ഭർത്താവോ എത്തേണ്ടടുത്തെത്തി, ജർമ്മനിയിലോ അവിടെ എങ്ങാണ്ട് ഏതോ ഒരു രാജ്യത്തെത്തി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ പോലീസുകാർ അങ്ങനെ ഇങ്ങനെയൊന്നും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പുറത്ത് കൊണ്ടുവരുമായിരിക്കാം. എന്തായാലും അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ സത്യത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കണം. തൊട്ടടുത്തുള്ള അയലോകക്കാരാണെങ്കിലും പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒച്ചയും ബഹളമൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും, പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അടിയും പിടിയും ബഹളമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അയൽവക്കക്കാരൊക്കെ ഓടി വരികയും പിറക്കുകയും സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല. ഇന്നത്തെ ഒരു ചുറ്റുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സന്ധ്യയാകുന്നത് നമ്മൾ ടി വി വെക്കും, അല്ലെങ്കിൽ ഫോണോ, എല്ലാവർക്കും ഓരോ ഫോണുണ്ട്, എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും. ഇനി അടുത്ത വീട്ടിലെ സൗണ്ട് നമ്മൾ കേൾക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, അഥവാ കേട്ടാൽ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാണ്ടിരിക്കും. പക്ഷെ ഒരു പരിധി വരെ എപ്പോഴാണെങ്കിലും അകലെയുള്ള ബന്ധുവിനെക്കാട്ടി അല്ലെ അകലെയുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെക്കാട്ടി ഏറ്റവും അടുത്ത് കിടക്കുന്ന ശത്രുവാണ് ഏറ്റവും നല്ലതെന്ന് കരുതണം. എന്തൊരു കാര്യമുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം അല്ലേ. ഞാനുണ്ട്, എനിക്കിപ്പോൾ എന്നാലും ഇപ്പം മുതിർന്നവരൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്വരച്ചർച്ച സ്വാഭാവികമല്ലേ, എന്തെങ്കിലും ഒക്കെ സ്വരച്ചർച്ച ഉണ്ടല്ലോ, എനിക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സുണ്ടല്ലോ അന്നേരം മാറും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. നമ്മളിങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ അവരതിർത്തി പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു, അവരിങ്ങോട്ട് വെള്ളം ഒഴിച്ചു, ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളോട് പോലും മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ കണ്ണിലൊരു കരട് പോയാൽ അത് എടുക്കാനായിട്ട് നമുക്ക് സഹായത്തിന് വേറൊരാളുടെ സഹായം വേണ്ടി വരും അല്ലേ. അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഒരു പരിധി വരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിക്കുക, മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ജീവനും കൊണ്ട് ഓടി വരുന്നതാണ് ഡോക്ടർമാരുടെ അടുത്തോട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സങ്കടങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ പറ്റത്തില്ലാത്തതിന് സർക്കാർ തന്നെ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അവരുടെ മുമ്പിലാണ് നമുക്ക് പോയി പറയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു വഴി കാണേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഒത്തിരി വേദന തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. എന്നാ ചെയ്യാനാ, നമുക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയാം അല്ലെ വേറൊരാളോട് പറയാം എന്നൊന്നും അല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പ്രതിവിധി ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാനങ്ങ് പറയുകയാണ്, കുറച്ചെങ്കിലും മനുഷ്യർക്കൊക്കെ മനസ്സിന് ഇങ്ങനെയുള്ള മനുഷ്യരുടെയൊക്കെ മനസ്സിന് നന്മ വരുത്താൻ വേണ്ടി നമ്മുടെ ഈ ഫാമിലിയിലുള്ളവർക്കൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ലാതെ നമ്മുടെ ഉദ്യോഗസ്ഥരെ ആരെയും ഡോക്ടേഴ്സിനെ ആരെയും കുറ്റം പറയാനല്ല. ഒത്തിരി നല്ല ഡോക്ടർമാരും നേഴ്സുമാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഒക്കെ അടങ്ങിയ ഒരു കൊച്ചു നാടാണ് നമ്മുടെ കേരളം.
ഒത്തിരി 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 പുണ്യപ്രവർത്തികൾ നടക്കുന്ന ഒരു നാടാണ്. കാരണം വേറൊരു ആൾക്ക് കൊടുക്കാൻ വരെയും കൂടെ മനസ്സ് കാണിച്ച ഡോക്ടേഴ്സും ഉദ്യോഗസ്ഥരും പുരോഹിതന്മാരും ഒക്കെ മാതൃകയായിട്ടുള്ള ഒരു കൊച്ചു കേരളമാണ് നമ്മുടെ കേരളം അല്ലേ, നമ്മുടെ നാട്, നമ്മുടെ സ്വന്തം നാട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ പഴയ ഒരു സ്നേഹവും ഒത്തൊരുമയും ഒക്കെ ആവണേന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വേറെ ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ കുത്തി ദ്രോഹിക്കാനോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ആരെയും ഇതിനകത്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ കണ്ട കാര്യം ഞാൻ പറയുന്നു എന്നുള്ളൂ, പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് കേട്ടോ. നമ്മുടെ കണ്ണിന് കാണുന്ന കാര്യങ്ങൾ ചിലരൊന്നും അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ കുടുംബത്താണെങ്കിലും എന്തെങ്കിലും ഒരാൾക്കൊരു വയ്യാഴിക വന്നു, കൊണ്ടുവന്നു ഉടനെ സർജറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നമ്മൾ ഒരു 2-3 ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിക്കുക, എന്നിട്ട് ഒരു 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് വേണം നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കാനും ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ നിയമപാലകരുടെ അടുത്ത് ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അവിടെ നീതി കിട്ടുന്നില്ലെങ്കിൽ അതിനെക്കാട്ടി തലപ്പത്ത് തന്നെ പോയി നമ്മുടെ ഭാഗത്ത് ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ പറയുന്നത്, പൊതുജനം പലവിധം എന്ന് പറഞ്ഞാൽ അവരും ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തികളല്ലേ, അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഓരോ മഹിമകളായിരിക്കും ഈ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും മനസ്സിനൊക്കെ ആർക്കും ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാണ്ട് വേദന വരുത്തുന്ന ഈ കൊടിയ പീഡനങ്ങളും രോഗങ്ങളും അല്ലാണ്ട് രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കള്ളത്തരങ്ങളും ഒക്കെ ഉണ്ടാവാണ്ടിരിക്കട്ടെ. നമ്മുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ പഴയ കൊച്ചു കേരളം തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ കാരണവന്മാരും നമ്മുടെ എന്താ പറയുന്നത് ആൾക്കാരും എല്ലാവരും ഇങ്ങനെ ഏതൊരു സ്ഥാനമാനത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിലും എത്ര ബഹുമാനത്തോടെ അധ്യാപകരൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞ പോലെ അതേപോലെക്കുള്ള നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിലോ അവരോടൊന്നും തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ചേട്ടാ.